ഹലോ. അങ്ങനെ പറഞ്ഞു ഫെബ്രുവരി 14th വാലന്റൈൻസ് ഡേ എത്താനായി. നമ്മളൊക്കെ ഒരു കൗമാരക്കാലം വന്ന ടൈമിൽ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒറ്റ ദിവസമായിരുന്നു 14th. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ട് ശരിക്കും പറയാൻ ഞെട്ടി. ഒരാഴ്ച വാലന്റൈൻസ് ഫംഗ്ഷൻ. നമ്മളെല്ലാം ആ ഒരു ദിവസം ഏതെങ്കിലും ഒരുത്തൻ ഒരു കത്ത് കൊണ്ട് കൊടുക്കും. ഓൻ്റെ വയ്യിൽ നിന്ന് ഒരു റോസാപ്പൂ, ചിലപ്പോൾ അതിൻ്റെ ഒരു റോസാപ്പൂ ഉണ്ടാവും, അത് കൊണ്ട് ആരും കാണാതെ ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. അതിപ്പോൾ ഒരാഴ്ചത്തെ പരിപാടിയാണ്. ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല, ഞെട്ടിപ്പോയി. അപ്പോൾ ആ പോസ്റ്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഫെബ്രുവരി 7 സ്റ്റാർട്ട് ചെയ്യും. 7 എന്താ പറയുക, റോസ് ഡേ. ആ ദിവസം റോസ് കൊടുക്കുന്ന ദിവസമാണ്. 8 പ്രപ്പോസ് ഡേ. ഓ മൈ ഗാഡ്. നമ്മ എല്ലാം കൂടി ഒരു ദിവസം തന്നെ ശ്വാസം അടക്കി പിടിച്ചിട്ട് നമ്മൾ പോവുക ചെയ്യാൻ. ഇത് ഓരോ ദിവസം 8 പ്രപ്പോസ് ഡേ, അതായത് ഇന്ന് പ്രപ്പോസ് ഡേ ആണ്. 9 ചോക്ലേറ്റ് ഡേ. അതിന് ചോക്ലേറ്റ് വാങ്ങിച്ച് സമ്മതിക്കണം, ചോക്ലേറ്റ് കൊണ്ടു കൊടുക്കണം. പിന്നെ 10 ടെഡി ഡേ. ടെഡി വാങ്ങിയിട്ട് ഓ മൈ ഗാഡ്. പിന്നെ 11 പ്രോമിസ് ഡേ. എന്താ ഇവർ പ്രോമിസ് ചെയ്യുക, എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രോമിസ് ഡേ, ഈ പ്രോമിസ് ഡേ എല്ലാം വരുന്നത് ഇവർക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? പിള്ളേർക്കൊന്നും കോളേജിലൊന്നും പോകണ്ടേ? ഈ സമയത്തുള്ള ഒരാഴ്ച സ്കൂളിൽ ലീവാ. അപ്പോൾ പ്രോമിസ് ഡേ. 12 ഹഗ് ഡേ. ഫുൾ ഡേ ഹഗ്, വേറെ ഒന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹഗ് ഡേ. പിന്നെ 13 കിസ് ഡേ. ഓ മൈ ഗാഡ്, സോ സ്വീറ്റ്. അപ്പോൾ കിസ് ഡേ 13, കിസ് ഡേ. ഓ 14 വാലന്റൈൻസ് ഡേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് 7 മുതൽ 13 വരെ നിങ്ങൾ ചെയ്തിട്ട് 14 വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? അത് എനിക്കറിയുന്നുണ്ട്. ഈ പോസ്റ്റലൊക്കെ. പക്ഷേ 14 നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഹഗ് ഡേ കഴിഞ്ഞ്, കിസ് ഡേ കഴിഞ്ഞ്, മറ്റെന്താ പ്രപ്പോസ് ഡേ കഴിഞ്ഞ്, ചോക്ലേറ്റ് ഡേ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് 14 വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ഒരു കർമ്മമുണ്ട്. ഇന്നത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ വാലന്റൈൻസ് ഡേക്ക് കർമ്മമില്ല. അന്ന് നിങ്ങൾ എന്താ ചെയ്യുക?